കേരളം ആര് ഭരിക്കും നോക്കാം. കേരളം ആര് ഭരിക്കാൻ സാധ്യത? മൂന്നാം ഊഴത്തിനുള്ള സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടർ പ്രീ പോൾ ട്രെൻഡ് അനാലിസിസ്. 68 മുതൽ 71 വരെ സീറ്റുകൾ നേടിയേക്കാം. 55 മുതൽ 71 വരെ UDF നേടിയേക്കാമെന്ന്. UDF-നും പോരാട്ടണമെങ്കിൽ കേരളം UDF-നും ഭരിക്കാം, LDF-നും ഭരിക്കാം. വലിയ കണക്ക് വരുന്നു. 68 മുതൽ 84 വരെ ഇടതുപക്ഷത്തിന്, 55 മുതൽ 71 വരെ UDF-ന്. അതിന്റെ പ്രത്യേകത എന്താ അറിയോ? 68 സീറ്റ് ഇടതുപക്ഷം ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് 84 വരെ പോകാം. 84 വരെ 68 സീറ്റ് ഇടതുപക്ഷം ഉറപ്പിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. 84 വരെ പോകുക എന്നുള്ളതാണ്. അത് മാത്രമല്ല UDF-ന് 41 എന്നുള്ളത് 55 ഉറപ്പിക്കുന്നു. 71 വരെ പോകാം. അതായത് ഇത്രേ ഉള്ളൂ. 31 സീറ്റുകൾ വേണ്ടെടുത്ത് 15 സീറ്റുകളിലെത്തി UDF തളരാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല NDA ഒരു സീറ്റും ഉറപ്പിക്കുന്നില്ല. 3 വരെ പോകാം എന്നുള്ളതാണ്. അപ്പൊ അതാണ് ട്രെൻഡ്. ട്രെൻഡ് അനാലിസിസ്. LDF-ന് ഒരു എഡ്ജുണ്ട്. 84 വരെ. അതെ, 84 വരെ നേടിയേക്കാം എന്നുള്ളതാണ്. 55 മുതൽ 71 വരെ UDF. ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവും എന്നുള്ളതാണ്. BJP 0 മുതൽ 3 വരെ. NDA 0 മുതൽ 3 വരെ നേടിയേക്കാം എന്നുള്ളതാണ്. വീണ്ടും ഒരു ഊഴം കൂടി. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ കേരളത്തിലെ ആകെ സീറ്റ് 60. അതിൽ ഊമ്പി അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തൊക്കെയാണ് പടച്ചു വിട്ടത് ഇവന്മാര്? എന്തൊക്കെയാണ് പടച്ചു വിട്ടത്? UDF-ന് 55 മുതൽ 71 വരെ. അപ്പോ മരംമുറിക്കാരന്റെ വക ഒരു വിശദീകരണം. LDF-ന് 68 ഉറപ്പിച്ചു. 74 വരെ പോകാം, അല്ല 84 വരെ പോകാം. 68 ഉറപ്പിച്ചതാണ്. അതിൽ കുറയൂല. ഒരു പൊടിക്ക് ഒരു വഴിയുമില്ല, ഒരു മാർഗവുമില്ല കുറക്കാൻ. 68 ഉറപ്പിച്ചു. മെയ് 4 റിസൾട്ട് എണ്ണിക്കഴിഞ്ഞപ്പോഴോ ആകെ 35 എണ്ണം. എത്ര എണ്ണം? 68 ഇല്ല, ഉറപ്പിച്ചത് എത്ര എണ്ണ? 35 എണ്ണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താണ് ഈ സർവേയുടെ ആധികാരികത? എന്തെങ്കിലും ഒരു ആധികാരികത ഈ സർവേക്കുണ്ടായിരുന്നോ? പ്രീ പോൾ സർവേ ആണത്രേ. എന്തെങ്കിലും ഒരു ആധികാരികത? കൃത്യമായിട്ട് കുനിഞ്ഞു നിന്നിട്ടല്ല, കിടന്നിട്ട് ഊമ്പുകയായിരുന്നില്ലേ? അല്ലേ? കിടന്നിട്ട് നിർത്താതെ ഊമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. വായി ഇങ്ങനെ 2 സൈഡിലൂടെ ഇങ്ങനെ ഒലിപ്പിച്ചിട്ട് ഊമ്പലായിരുന്നു പരിപാടി. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു മാധ്യമ സ്ഥാപനം എന്നൊക്കെ പറയുമ്പോൾ ഒരു ധാർമ്മികത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലേ? അല്ലേ? ഇപ്പം നമ്മൾ പറയുമല്ലേ, ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു തെറ്റ് ചെയ്യുന്നതും എന്തെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി ചെയ്യുന്ന തെറ്റും സംഭവം രണ്ടും തെറ്റ് തന്നെയാണ്. പക്ഷേ അവിടെ ഒരു ധാർമ്മികതയുടെ വിഷയം വരുന്നില്ലേ? ഇല്ലേ? അതുപോലെ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കും ഒരു ധാർമ്മികത എന്നൊന്ന് പറയുന്നതില്ലേ? ഇത് ഒരു മാന്യതയുമില്ലാതെ ഇങ്ങനെ ഊമ്പാൻ വേണ്ടി മാത്രം ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കുറേ എണ്ണം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം 68 മുതൽ 84 വരെ ആർക്ക്? LDF-ന്. പിണറായി വിജയൻ 3ാമതും അധികാര തുടർച്ചയിലേക്ക്. അപ്പം ഇത് പറയുമ്പോൾ, ഇതിങ്ങനെ പറയണമെങ്കിൽ ഇവരുടെ ഉള്ളിലുള്ള മനസ്സ്, ആ മെൻറ്റാലിറ്റി, അത് എന്തായിരിക്കണം? അപ്പോൾ എത്രത്തോളം ഇവരിത് ആഗ്രഹിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഇതിനു വേണ്ടി എത്രത്തോളം പണിയെടുത്തിരുന്നു ഇവന്മാര്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം പണിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ സംഭവിച്ചേ? എനിക്കിതിൽ ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് UDF-ന് ആകെ 55 മുതൽ 71 വരെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 55 മുതൽ 71 വരെ ആകെ കിട്ടുക. 55 മുതൽ മാക്സിമം 71 വരെ. അതാണ് UDF-ന് ആകെ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നത് എന്ന് ഈ മൊട്ട അരുണും കാട്ടുകള്ളൻ വീരപ്പൻ ആൻഡോയും ചേർന്ന് ഒരു ചാനൽ ഉണ്ടെന്ന് കരുതിയിട്ട്, ഒരു മാധ്യമ സ്ഥാപനമല്ലേ ഞാൻ പറയുന്നത്, ഇവന്മാരെന്താക്കണ അറിയോ? വൈകുന്നേരം ആകുമ്പോൾ, വൈകുന്നേരം ഒരു 6 മണി അല്ലെങ്കിൽ 7 മണി മാക്സിമം ആയിക്കഴിഞ്ഞാൽ
സ്റ്റുഡിയോ ഒന്നടങ്കം ഷട്ടർ ഇടണം. പിന്നെ അവിടെ പരിപാടിയൊന്നും ഉണ്ടാകാൻ പാടില്ല. നേരെ ഇറങ്ങിക്കൊള്ളണം. എറണാകുളത്താണല്ലോ ഇവരുടെ ഈ പറയുന്ന സ്റ്റുഡിയോ ഉള്ളത്. നേരെ ഇറങ്ങണം. ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകണം? ഒന്നില്ലെങ്കിൽ ആ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക്, അല്ലെങ്കിൽ എറണാകുളത്തെ KSRTC സ്റ്റാൻഡിലേക്ക് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ വരെ പണിയെടുക്കാനുള്ളത് അവർക്ക് ആവശ്യത്തിലധികം അവിടെ കിട്ടും. അപ്പോൾ അവിടെ ചെന്നിട്ട് ആ പണി വെടിപ്പായിട്ട് ചെയ്യണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന പരിപാടി അത് മാത്രമേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ, അല്ലെങ്കിൽ KSRTC ബസ് സ്റ്റാൻഡ്, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ, രണ്ടിലൊരിടത്ത് നിങ്ങളെക്കൊണ്ട് ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഭംഗിയായി ചെയ്യാൻ കഴിയുന്ന ജോലി അത് മാത്രമാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കാട്ടുകള്ളം വീരപ്പനൊക്കെ പിണറായി വിജയൻ മൂന്നാമതും വരണമെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് AK ശശീന്ദ്രൻ, മുൻ വനം മന്ത്രിയായിരുന്ന പിണറായി വിജയൻ സർക്കാരിലെ വനം മന്ത്രിയായിരുന്ന AK ശശീന്ദ്രൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഈ പറയുന്ന മുട്ടിൽ മരം മുറി കേസ് അട്ടിമറിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. അട്ടിമറിച്ചിട്ടുണ്ടത്. അതല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 40 കുറ്റപത്രങ്ങൾ തലക്ക് മീതെ നിൽക്കുന്ന ഒരു ക്രിമിനൽ, ഒരു തടസ്സങ്ങളും ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഒരു വെല്ലുവിളിയും ഇല്ലാതെ ന്യൂസ് റൂമിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയം നിരീക്ഷകനാവുക, സാമൂഹിക നിരീക്ഷകനാവുക. ആരാണ്? ഒന്നാം തരം ക്രിമിനൽ. അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? എന്നിട്ട് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് പണം കൊടുക്കുന്നു. ആർക്ക്? ഈ പറയുന്ന രാജ്യത്തെ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിന് വേണ്ടിയിട്ട് എന്താക്കുന്നു? പണം കൊടുക്കുന്നു. ഫോൺ ഫാമിംഗ് നടത്തുന്നു. ബോട്ടുകളുടെ സഹായത്തിൽ ഈ പറയുന്ന വ്യൂവർഷിപ്പിനെ വർദ്ധിപ്പിക്കുന്നു. ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ ഈ പറയുന്ന പരസ്യക്കാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ റേറ്റിംഗ് ഇങ്ങനെയാണ്, ഞങ്ങളുടെ വ്യൂവർഷിപ്പ് ഇത്രയാണ്, ഇതാണ് ഞങ്ങളുടെ പരസ്യത്തിനുള്ള നിരക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തറുക്കാനുള്ള ഏർപ്പാട്. എന്തായി? കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടാവുമോ ഇവന്മാർക്ക്? 2 എണ്ണം വിട്ടാ ഉറങ്ങാൻ കഴിയൂല. കാരണം എന്താ? അത്രമാത്രം ഇവർ ആഗ്രഹിച്ചിട്ടുണ്ടെന്നേ പിണറായി വിജയൻ ആ കസേരയിൽ തുടരണമെന്ന്. ആൻഡോയുടെ അത്രമാത്രം ആഗ്രഹമുണ്ടായിരുന്നു ആൻഡോക്ക്. കാട്ടുകള്ളം വീരപ്പന് ഈ പിണറായി വിജയൻ ഇതേ അധികാര കസേരയിൽ ഇരിക്കണമെന്ന്. എന്നാലേ കോടതികളിൽ എന്താവുള്ളൂ? തനിക്ക് അനുകൂലമായ റിപ്പോർട്ടുകൾ കോടതിയിലേക്ക് പോവുകയുള്ളൂ എന്നുള്ള ഒരു വലിയ ആഗ്രഹം ആൻഡോയ്ക്കുണ്ടായിരുന്നു. മൊട്ട അരുൺകുമാറിനും ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുറച്ച് പഴയതാണെങ്കിലും ഇതൊന്നും പറയാതെ മുന്നോട്ട് പോകല് സാധ്യമല്ല, അല്ലേ? UDFന് 55 മുതൽ 71. എന്നാൽ UDFന് കിട്ടിയത് എത്രയാ? 102 സീറ്റുകൾ. 55ൻ്റെ നേരെ ഡബിൾ ഇരട്ടി, 102 എണ്ണം. പിണറായി വിജയനും ടീമിനും എത്ര കിട്ടി? 35 എണ്ണം. അതിൽ CPMൻ്റെത് എത്രയാ? 26 എണ്ണം. ജനങ്ങളെ വല്ലാതെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. നമുക്ക് ഇവിടങ്ങളിൽ നിന്ന് ഈ കഴിഞ്ഞ വർഷം അവസാനത്തിൽ ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും, അതുപോലെ അത് കഴിഞ്ഞ് ഏപ്രിലിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും, ഈ 2 തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? കേരളത്തിലെ മാധ്യമങ്ങളുടെ ആധികാരികത എന്താണ്? ഇവരെക്കുറിച്ച് ജനം എന്താണ് കരുതുന്നത്? ഇവർ പറയുന്നത് ജനം എത്രമാത്രം കണക്കിലെടുക്കുന്നുണ്ട്? ഇവർ പറയുന്ന കാര്യങ്ങൾ ജനം അതിനെ അവലംബിക്കുന്നുണ്ടോ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകൂലല്ലോ. കാരണം ഇത് അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവന്മാർ ഭൂലോക അടിമകളാണ്. അടിമകളെന്ന് പറഞ്ഞാൽ മരണ അടിമകളാട്ടോ. ഇമ്മാതിരി ന്യായീകരണ തൊഴിലാളികളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രീ പോൾ സർവേ എന്നിട്ട് LDFന് ഒരു എഡ്ജ് ഉണ്ട്. എന്ത് എഡ്ജ്? ഏത് അമ്മയുടെ എഡ്ജാ ഉണ്ടായത്? ഒരു എഡ്ജും ഉണ്ടായിട്ടില്ല. റിസൾട്ട് ഇങ്ങനെ അങ്ങോട്ട് വന്നപ്പോഴേക്കും 35ലേക്ക് എത്തി. കേരളം കണ്ട ഏറ്റവും വലിയ തോൽവിയിലേക്ക്. അതല്ലേ CPMന് സംഭവിച്ചത്? 3-ാം ഊഴമാണ് ഉണ്ടായത്. 8 നിലയിൽ പൊട്ടി എന്നുള്ളതാണ് സംഭവിച്ചത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
അപ്പോ പറഞ്ഞു വന്നത് ഇത്രയൊക്കെ പണിയെടുത്തത് കൃത്യമായിട്ട് CPM-ന്റെ PR ടീമായിരുന്നു. ഇത് ഞാൻ മുമ്പ് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാ. കൃത്യമായിട്ട് ഈ പറയുന്ന ആൻഡോയും അതുപോലെ തന്നെ പിണറായി വിജയനും തമ്മിൽ ഒരു ഡീൽ ഉണ്ടായിരുന്നു. എന്താ? ആൻഡോക്ക് കിട്ടുന്ന ആനുകൂല്യം എന്താ? കേസിൽ ഒരു വിധത്തിലുള്ള നീക്കുപോക്കുകളും ഉണ്ടാവില്ല. പകരം ആൻഡോ ചെയ്ത് കൊടുക്കേണ്ടത് എന്താ? പിണറായി വിജയൻ്റെത് ഊമ്പി കൊടുക്കണം. ആൻഡോ എന്താക്കി? കുറച്ച് ആളുകളെ ശമ്പളം കൊടുത്തു നിർത്തി. ആരെപ്പോലെ? മൊട്ട അരുണിനെ പോലെയുള്ള കുറച്ചെണ്ണത്തിന് ശമ്പളം കൊടുത്ത് നിർത്തിയിട്ട് അവരോടും പറഞ്ഞു, ഞാനും ഊമ്പും, ഞാൻ തളരുമ്പോൾ നിങ്ങളും ഊമ്പണം. മാറി മാറി ഊമ്പി രണ്ടുപേരും, മൊട്ട അരുണും ആൻഡോയും. പിണറായി വിജയൻ കേസുകളിൽ യാതൊരുവിധ നീക്കുപോക്കില്ല. റിപ്പോർട്ടുകളൊക്കെ നല്ല മയത്തിൽ ആൻഡോയെ രക്ഷിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആൻഡോ ഊമ്പി തളരുമ്പോൾ അരുൺ മാറി ഊമ്പും, അരുൺ കുറച്ചേരം ഊമ്പും, അടുത്ത് വീണ്ടും ആൻഡോ ഒരു ഊമ്പും, ഷിഫ്റ്റ് എടുത്ത് രണ്ടുപേരും ഇരുന്ന് ഊമ്പിക്കൊണ്ടേയിരുന്നു. ഈ 3 പേരെയും കേരളത്തിലെ ജനത ഊമ്പിച്ച് വിട്ടു. അതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ കൃത്യമായിട്ട് കേരളത്തിലെ ജനം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു പ്രബുദ്ധതയാ. ഇത്രയൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ, എസ്പെഷ്യലി ഒരു 1, 2, 3 മാധ്യമ സ്ഥാപനങ്ങൾ കൃത്യമായി പണിയെടുത്തിട്ടും ഒരു കാര്യം ഇതിൽ നമുക്ക് ഉറപ്പാ, ഇവര് പറയുന്ന വ്യൂവർഷിപ്പും ഇവർ പറയുന്ന റേറ്റിംഗ് ഒന്നും പക്കാ വ്യാജമാണ് എന്നുള്ളത്. കാരണം ഇത്രയൊന്നും ജനങ്ങൾ കാണുന്നില്ല. ജനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളിൽ കുറച്ചാളെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുമല്ലോ. ഇത് ജനങ്ങൾ തീരെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. തീരെ കണ്ടിട്ടില്ല. ഈ റിപ്പോർട്ടർ TV കേരളത്തിലെ ഇവർ പറയുന്ന വ്യൂവർഷിപ്പിനുള്ള അത്രയും ആളുകൾ കണ്ടിരുന്നെങ്കിൽ LDF-ന്റെ 35-ൽ ഒതുങ്ങില്ലായിരുന്നു. ഇവിടെ എന്ത് സംഭവിച്ചു? UDF-നെ ശക്തമായ പ്രതിപക്ഷമാക്കി മാറ്റി. എന്നാൽ നേരെ തിരിഞ്ഞു. UDF മിന്നും ജയം നേടി അധികാരത്തിലെത്തി എന്ന് മാത്രമല്ല, പ്രതിപക്ഷമില്ല. പിണറായി വിജയനില്ല. വിജയനെ ഇല്ലെങ്കിലും ഒന്നിനും കഴിയില്ല. വിജയൻ അവിടെ പണി നല്ല നെരിപ്പായിട്ട് പണിയെടുക്കാൻ അറിയുന്ന കുട്ടികളാണ് മന്ത്രിസഭയിലും ക്യാബിനറ്റിലും നിർത്തിയിരിക്കുന്നത്. നല്ല നെരിപ്പായിട്ട് പണിയെടുക്കാൻ അറിയുന്ന കുട്ടികൾ. അവർ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളെയും. ഓരോന്ന് മുക്കും മൂലയും അരിച്ചു പെറുക്കിയുള്ള പണിയെടുക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്തിനെല്ലാം പകരം തീർത്തിട്ടേ മുന്നോട്ട് പോകുള്ളൂ. വിജയന്റെ 2 രക്ഷാപ്രവർത്തകരുണ്ടായിരുന്നു, അവരെയും പൂട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്പർ ക്രമത്തിൽ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആദ്യം ഇന്നത്, അടുത്തത് ഇന്നത്. വളരെ കൃത്യമായിട്ട് എല്ലാം വളരെ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യും. ആ ലിസ്റ്റിലെ കാട്ടുകള്ളം വീരപ്പനും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.